നിങ്ങളങ്ങ് ഫാനെ കയറ് കെട്ടി അതിൻ്റെ മണ്ടെന്ന് തൂങ്ങിച്ചാവാൻ വേണ്ടിയുള്ള പ്ലാൻ ഇട്ടപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നത് യേശു. ഇനി കുടിക്കല്ല, തൊട്ടക്കല്ല. നിങ്ങളുടെ വീട് തിരിച്ചു വരും, നിങ്ങളുടെ ഭാര്യ തിരിച്ചു വരും, നിങ്ങളുടെ പിള്ളേർ തിരിച്ചു വരും. നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാവും. നിങ്ങളുടെ അകത്ത് മദ്യത്ത് കൈവശമുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഓടിച്ചു കളയത്തക്ക പോലെ ഒരാധിപത്യം നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് ഉടച്ചു കളയാൻ വേണ്ടി പോവാ. താടി ആദ്യമായിട്ടാണോ? താടി 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 ആദ്യമായിട്ടാ? താടിയുടെ കൂടെ ആരും വന്നിട്ടുണ്ടോ? ആരാ? സിസ്റ്ററാ, താടി രക്ഷപ്പെടുമെന്ന്. അകത്ത് കൈവശമുണ്ട്, മുടിയാൻ കൊടുത്ത കൈവശം. ഇന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾ എവിടെ പോയാലും രക്ഷപ്പെടാതിരിക്കാൻ നിങ്ങളുടെ അകത്തൊരു സാധനത്തെ കൈവശം തന്ന ആളിനെ എനിക്കറിയാം, വ്യക്തിയെ എനിക്കറിയാം. എൻ്റെ കൺമുമ്പിൽ ഞാൻ ഒരു പിക്ചർ കാണുന്ന പോലെ അത് കാണുക. എന്നിട്ട് കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആ കൈവശം ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന പോലെ ഈ പെങ്ങള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായിട്ടുണ്ട്. ദൈവമേ, എൻ്റെ ആങ്ങളെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടല്ലേ എന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എന്നോട് പറയുക, ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ ആങ്ങളെ രക്ഷപ്പെടാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ചൊന്ന് വിളിച്ച് ഈ രാവിലെ ആ നാമത്തെ ഒന്ന് ഉറക്കം വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ ആ നാമത്തെ മദ്യപിക്കോ? മദ്യത്തിൽ കൈവശം തന്നറിയോ? തന്ന ആളിനെ എനിക്കറിയാം. ഭാര്യ തിരിച്ചു വരുമോ? ഇപ്പം വരെ നിൽക്കുന്ന കണ്ടീഷനിൽ അവർ തിരിച്ചു വരരുതെന്നാണ് അവരുടെ മനസ്സിലെ ഉദ്ദേശം. ഞാൻ നിങ്ങളെ കാണുമ്പോൾ അവിടെ ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു. എന്നിട്ട് എന്നോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ നിങ്ങളെ വിട്ടിട്ട് പോയതാ. നിങ്ങളുടെ അകത്ത് മദ്യത്ത് കൈവശമുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഓടിച്ചു കളയത്തക്ക പോലെ ഒരാധിപത്യം നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് ഉടച്ചു കളയാൻ വേണ്ടി പോവാ. ഇനി കുടിക്കല്ല, തൊട്ടക്കല്ല. നിർത്തുമല്ലോ? നിർത്തി, തൊടത്തില്ല. ഭാര്യ എന്നാ പറഞ്ഞിട്ടാ പോയെ? ഭാര്യ ശരിക്കും എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഭാര്യ? പക്ഷെ ഈ പോക്ക് ഒരു ജാതി പോക്ക് പോയതാ കേട്ടോ. നേരത്തെ പിണങ്ങിപ്പോയ പോലത്തെ പോക്കല്ലിത്. ഇതൊരു വല്ലാത്ത പോക്കാ, വാശിക്ക് പോയതാ. വേറൊരു കാര്യങ്ങളുണ്ട്, അതിപ്പോൾ കാതി പറയാം കേട്ടോ. രക്ഷപ്പെടണ്ടേ? ബ്രദറെ, നമ്മൾ എന്നാ പണിയാ ചെയ്യുന്നേ? ഭാര്യ ഇപ്പം ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് എത്ര കാലമായി? 2 കൊല്ലമായി. ആ വീട്ടിൽ വേറെ ആരാ ഉള്ളേ? അത് ആടവേയില്ല. പിന്നെ വിളിച്ചോ അവരെ? ഇപ്പം എന്താ പറ്റി? ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? ജീവിക്കണമെന്നില്ല. അവർ തിരിച്ചു വരണോ? ശരിക്കും ഇപ്പം നിൽക്കുന്നത് അവർ തിരിച്ചു വരാത്ത പോലെ. അവർക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ ഇഷ്ടമില്ല. ആ ഒരവസ്ഥയിൽ അവർ നിൽക്കുന്നത്. അതാ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ 2 കാര്യം ചെയ്യണം. എവിടെ താമസിക്കുന്നേ? വള്ളികുന്നം. ആരാധനയ്ക്ക് വരണം. യേശുവിനെ വിളിക്കണം. മദ്യപിക്കല്ല. നാളെ തൊട്ട് പണിക്ക് പോകണം കേട്ടോ. നിരാശ മാറ്റണം. പണിക്ക് പോകത്തില്ല, വീട്ടിൽ ഇരിക്കുക കേട്ടോ. ജോലിക്ക് പോകില്ല, നാളെ തൊട്ട് പണിക്ക് പോകണം. ഈ അത്യാവശ്യം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതിന് മാത്രം പണിക്ക് പോകും. സത്യം ഞാൻ കാണുക, ഞാൻ ഇങ്ങനെ കാണുക. ഇപ്പം നിരാശയാണ്, ജീവിക്കണമെന്നില്ല. വീട് പോവാണെ പോട്ടെന്നല്ലേ. വീടെല്ലാം കൂടെ ജപ്തിയായിട്ട് എത്ര രൂപയായി? എത്ര ഉണ്ട് കൊടുക്കാൻ?
8 ലക്ഷം രൂപ കടവാ. ഇപ്പം ജപ്തിക്ക് പൈസ അടയ്ക്കുന്നില്ല ബാങ്കിൽ. അവർ പോയ പിന്നെ അടയ്ക്കാൻ തോന്നുന്നില്ല, അല്ലേ? എൻ്റെ കൺമുമ്പ് ഞാനത് കാണുക. ഇത് തിരിച്ചു വരുമോ? നിങ്ങൾ മദ്യപാനം നിർത്തി നല്ല മനുഷ്യനായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നിങ്ങളുടെ വീട് തിരിച്ചു വരും, നിങ്ങളുടെ ഭാര്യ തിരിച്ചു വരും, നിങ്ങളുടെ പിള്ളേർ തിരിച്ചു വരും, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാവും. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച്. ഞാനേ ശരിക്കും നിങ്ങളെ കാണുന്ന എന്താണെന്നറിയാം? നിങ്ങൾ ആ ഫാനെ കയറി കിട്ടിയില്ലേ, അത് കാണുക ഞാൻ. എന്നിട്ട് ദൈവം എന്നോട് പറയുന്നത് എന്താണെന്നറിയാം? ശരിക്കും നിങ്ങളന്ന് ഫാനെ കയറ് കെട്ടി അതിൻ്റെ മണ്ടെന്ന് തൂങ്ങിച്ചാവാൻ വേണ്ടിയുള്ള പ്ലാൻ ഇട്ടപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നത് യേശുവാ. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. പ്രിയരെ, ദൈവത്തിന് കാണാൻ പറ്റാത്ത ഒന്നുമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ദൈവത്തിൻ്റെ കണ്ണിന് മറവുള്ളതായിട്ട് എന്നാ ഉള്ളത്. കർത്താവിൻ്റെ കണ്ണിൽ ഒന്നും മറവില്ല. സുരേഷേ, നമ്മളിനി മദ്യത്തെ തൊടത്തില്ല. ഇല്ല, തൊടത്തില്ലല്ലോ. ഇല്ല, അവസാനിപ്പിച്ചു. മദ്യപാനം ഇന്ന് നിർത്തി. ഇനി നമ്മൾ തൊടുകയില്ല. ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ നിർത്തുക. ഞാൻ ഈ കാതി പറഞ്ഞ കാര്യം അത് വേണ്ട, അത് വേണ്ട. ഞാൻ നിങ്ങളോട് ദൂത് പറയുക, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീട്ടിൽ വരും. അവരിവിടെ ആരാധനയ്ക്ക് വരും. അവർ യേശുവിനെ സേവിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവാ. ഈ കുടുംബം രക്ഷപ്പെടാൻ പോവാ. ഞാൻ ഒരു കാര്യം കൂടെ പറയുക, ഇവർക്കെതിരെ ഒരു ആഭിചാര ദോഷമുണ്ട്. ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ ആഭിചാര ദോഷത്തെ എൻ്റെ ദൈവം ഈ കുടുംബത്തിൽ നിന്ന് ഇന്ന് രാവിലെ എടുത്തു കളയാൻ വേണ്ടി പോവാ.